ഫ്രണ്ട്സ്, അസ്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല മഴ നല്ല തകർത്ത് പെയ്യുക, കണ്ടോ, അടിപൊളി മഴ. അപ്പം എനിക്ക് രാവിലെ കുറച്ച് പരിപാടികളുണ്ട്. ഒരു യാത്രയൊക്കെ ഉള്ള കാരണം രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് എന്തോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അന്നേരമാണ് വെളിയിൽ നല്ല മഴ, അങ്ങനെ അതുകൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് കരുതി. എങ്ങനെയുണ്ട്, നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ? നമുക്കതിനെ വീഡിയോയിലോട്ട് പോകാവേ. ഞാൻ ഇന്ന് ചെമ്മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണേ. ഒരു ചെമ്മീൻ കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കറി. നമ്മൾ ചെമ്മീൻ തീയലും ചെമ്മീൻ മാങ്ങയിട്ട് കൂട്ടാൻ വെച്ചതും റോസ്റ്റും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ചാനലിൽ. അപ്പോൾ ഇന്ന് വേറൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ചിലപ്പോൾ നിങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും, എന്നാലും ഞാൻ വെക്കുന്ന രീതി നിങ്ങളിത് കാണിക്കാമെന്ന് കരുതി. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടെ അമർത്തിയിട്ടേ പോകാവുള്ളൂ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഇതിനൊരു പാത്രം ചെമ്മീൻ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയതാണ് കേട്ടോ. ഇതിവിടെ ആറ്റിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീനാണ്. അന്നേരം ഇത് നമ്മൾ തൊണ്ടും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് കുറവായിരിക്കും. ഇതിനൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 10-12 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ഒരു മുരിങ്ങയ്ക്കയുടെ പകുതി കഷ്ണം, ഒരു വലിയ മുരിങ്ങയ്ക്കായിരുന്നു, അതിൻ്റെ പകുതി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി കറി വെക്കാം. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ചൂടായി വരുമ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ചെറുതായിട്ടൊന്ന് വാടി. ഇനി നമുക്ക് പച്ചമുളകും അതുപോലെ മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇതോടെ ഒന്ന് വഴറ്റിക്കൊടുക്കും. ഇതിലോട്ട് കരിവേപ്പില ഇട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാവേ. ഇനി ഒന്ന് ചുമക്ക വഴറ്റണ്ട, പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇതിൻ്റെ പച്ച കളർ പോകാതെ എടുക്കണം നമുക്ക്. മുരിങ്ങയ്ക്കയും പച്ചമുളകും ഒക്കെ ഒന്ന് പച്ച മണം മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ പച്ച കളർ പോകണ്ട കേട്ടോ, നമുക്ക് പച്ച കളർ മാറാതെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കണേ. തക്കാളി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടയണേ. തക്കാളി നന്നായിട്ട് വഴന്നത് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് കുരുമുളക് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടിയല്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിനകത്തൊന്ന് ചേർക്കുവാണേ. ഒരു 1 സ്പൂൺ കുരുമുളക് എടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചു. നമുക്കിനി ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ചേർക്കണേ. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന
ചെമ്മീൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. നമുക്കിത് ഒന്ന് ഇളക്കി ചെറിയ തീ വെച്ച് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഈ ചെമ്മീൻ ഒന്ന് വേവട്ടെ. ചെറിയ തീ വെച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാനിതിനകത്തേക്ക് ഒരു 2 കഷ്ണം കുടംപുളി കൂടി ഇടുന്നുണ്ട്. അത് ഞാനൊന്ന് പിച്ചിക്കീറി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് പിച്ചിക്കീറി എടുത്തതാണ്. ചെറിയ 2 കുടംപുളി എടുത്ത് 2 ചുള കുടംപുളി. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണേ. ഞാനൊരു 1 മുറി തേങ്ങ എടുത്ത് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ 2-ാം പാല് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന കൂട്ടിനകത്തോട്ടൊന്ന് ചേർക്കണേ. നമ്മൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് ആ 2-ാം പാലൊന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. കറി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ കുറച്ച് കുരുമുളക് കൃഷി ചെയ്ത് വെച്ചിരുന്നതിനകത്ത് പകുതിയല്ലേ എടുത്തുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ 2-ാം പാലൊഴിച്ച് കറി ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടത്. ഇനിയിപ്പം നമുക്ക് ആ 1-ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കണ്ട കേട്ടോ. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് വാങ്ങാം. അപ്പോൾ ഒന്ന് ചൂടാകട്ടെ. നമുക്കിനി ഇതിലോട്ട് 2 കരിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഒരു സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതി. നമ്മുടെ കറി റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചതാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടേ ഇല്ല. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളക് കൂടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കളറൊക്കെ ഉള്ള കാരണം വീട്ടിലുള്ള കുട്ടികൾക്ക് കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾ കാണത്തില്ലേ, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ചോറിനും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു നല്ല കറിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.